मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। ഇതാ നോക്കണം സാർ റോബോട്ട്, നിങ്ങളുടെ എല്ലാ പണിയും ഇത് ചെയ്യും. റോബോട്ട്, നീ പോയി സാറിന് പൂ പറിച്ചോണ്ട് വാ. ചെടികൾക്ക് വെള്ളമൊഴിക്ക്. വരൂ, നമുക്ക് പോയി നോക്കാം. ഇത് കണ്ടോ, ഹെലിക്കാം. ഇത് നമുക്ക് ഒരുപാട് സന്തോഷം തരും. ഇത് കണ്ടോ, ഇതിന്റെ സഹായത്താൽ നിങ്ങൾക്ക് പഴങ്ങൾ പറിക്കാം. കൂടാതെ പെട്രോളിന്റെ ആവശ്യമില്ലാതെ ട്രാഫിക്കിലൂടെ നിങ്ങൾക്ക് എവിടെയും പോകാം. ഇത് റീചാർജബിൾ ബാറ്ററിയിലാണ് പ്രവർത്തിക്കുന്നത്. ലേറ്റ് ആയിട്ട് പോകുന്നതുകൊണ്ട് മാനേജറുടെ കയ്യിൽ നിന്ന് എന്നും വഴക്കാ. ഞാൻ കാശ് കൊണ്ടുവന്ന് തന്ന് ഇതൊന്ന് വാങ്ങിക്കാം. ഇല്ല, ഇത് ഞാനേ വാങ്ങുന്നുള്ളൂ. എനിക്ക് പറക്കണം. നിങ്ങൾ രണ്ടാളും വാങ്ങിച്ചോളൂ, എന്റെ അടുത്ത് 2 ഉണ്ട്. പിടിച്ചോ. അടുത്തതായി ഇത് കാണൂ, വാക്യൂം ക്ലീനർ. വോയിസ് കമന്റിലൂടെ ഇത് പ്രവർത്തിക്കും. നിങ്ങൾ ഓർഡർ കൊടുത്താൽ മാത്രം മതി, ഇത് വൃത്തിയാക്കിക്കൊള്ളും. ക്ലീനർ, ഗാർഡൻ എല്ലാം വൃത്തിയാക്കൂ. എനിക്കെന്തായാലും അത് വേണം. ദിവസവും വൃത്തിയാക്കി ഞാൻ ഒരുപാട് ക്ഷീണിച്ചു. എനിക്ക് വേണ്ടത് ആ റോബോട്ടാണ്. കാരണം സമയാസമയത്തിന് എനിക്ക് ആഹാരം തരും. സംശയമുണ്ടോ? ഈ സാധനങ്ങളെല്ലാം നമ്മളെ മടിയന്മാരാക്കും. അങ്ങനെ പറയല്ല സാറേ, ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. കുറച്ച് കാശ് കൊടുത്താൽ നമുക്ക് നല്ല സുഖം കിട്ടുമല്ലോ. ആലോചിച്ച് നോക്കൂ. അതെ, ഞങ്ങൾ വാങ്ങും. ക്ലീനർ, വേഗം വലകളൊക്കെ അടിച്ച് വൃത്തിയാക്ക. ജോർദാറെ, വേഗം ഐസ്ക്രീം കഴിക്കൂ. നിനക്ക് തല്ലുകൊള്ളാനുള്ളതാ. സംശയമുണ്ടോ? എന്താ കാരണം? കാരണം എന്താ വെച്ചാ ക്ലീനർ സ്റ്റോർ റൂമിലുള്ള സ്പൈഡറിനെ ക്ലീൻ ചെയ്തോണ്ടിരിക്കുക. എന്നെ കലി കയറ്റാൻ വേണ്ടി മെഷീൻ കൊണ്ടുവന്നിരിക്കുകയാണോ? സ്പൈഡറിന് ദേഷ്യം വരികയാണ്. നീ പറഞ്ഞാൽ മാത്രമേ ഇത് അനുസരിക്കൂ. റോബോ, ആ ക്ലീനറിനെ ഉടൻ തന്നെ നിർത്തൂ. കാശ് കൊടുത്ത് പണി വാങ്ങിക്കുന്നു എന്ന് പറയുന്ന ഇതാണ്. സംശയമുണ്ടോ? റോബോ, എനിക്ക് വല്ലാണ്ട് വിശക്കുന്നു. കഴിക്കാൻ ഒരു ആപ്പിൾ കൊണ്ടുവരൂ. ഇനി മാനേജറുടെ വഴക്ക് കേൾക്കാതെ എന്നും കൃത്യസമയത്ത് ഓഫീസിലെത്താം. ഉറങ്ങുമ്പോൾ എങ്ങനെയാണ് കൊതുകിനെ കൊല്ലുക? ഇവിടെ എങ്ങനെയാണ് ഞാൻ ബാറ്ററി റീചാർജ് ചെയ്യുക? അടികായി.
എടാ നീ എന്താണ് ഈ കാണിക്കുന്നത്? എന്റെ സൈസ് ഒന്ന് നോക്ക്. ഇത്രയും വലിയ ആപ്പിൾ ഞാൻ എങ്ങനെയാ കഴിക്കുക? എടാ മണ്ട, ആ ആപ്പിളിനെ കഷ്ണങ്ങളാക്കി കൊണ്ടുവരാൻ പറ. റോബോ, ആദ്യം കട്ട് ചെയ്യൂ, എന്നിട്ട് ആപ്പിൾ കൊണ്ടുവാ. എടാ എന്നെയല്ല, ഞാൻ പറഞ്ഞത് ആപ്പിളിനെ കട്ട് ചെയ്യാനാണ്. എടാ ഈ റോബോട്ടിന് ബുദ്ധിയില്ല. ഇത് ഹണിയാണെന്നാ തോന്നുന്നത്. സംശയമുണ്ടോ? നീ എപ്പോഴും ആ തത്തയെ രക്ഷിക്കുമല്ലോ. ഇപ്പൊ നിന്നെ ആര് രക്ഷിക്കും? താഴെ ഇറങ്ങാനുള്ള ബട്ടൺ എന്തുകൊണ്ടാ വർക്ക് ചെയ്യാത്തത്? ഈ വാക്യൂം ക്ലീനർ വളരെ അപകടം പിടിച്ച ഒന്നാണ്. റോബോയെ പോലെ അപകടകാരിയല്ല. വലിയ 2 ആപ്പിൾ കൂടാതെ 1/2 കിലോ ജാമുമാണ് എന്നെ കൊണ്ട് കഴിപ്പിച്ചത്. സംശയമുണ്ടോ? എന്തായാലും നന്നായി ഇതിന്റെ ബാറ്ററി തീർന്നു പോയത്. അല്ലെങ്കിൽ എന്റെ പണി തീരുമായിരുന്നു. ബാറ്ററി തീർന്നു പോയത് നന്നായെന്നോ? നിനക്കറിയോ, മുകളിൽ നിന്ന് ഞാൻ താഴേക്ക് വീണതേ ഒരു തക്കാളി കടയിലാ. ആ തക്കാളി കടക്കാരൻ എന്നെ എടുത്തിട്ട് പെരുമാറി. എന്റെ അമ്മച്ചി. ഞാൻ നിന്നെയല്ല, ഈ മണ്ണനായ റോബോയുടെ ബാറ്ററി തീർന്ന കാര്യം പറയുമായിരുന്നു. സംശയമുണ്ടോ? ഈ ഹെലികോപ്റ്റർ ഒന്നിനും കൊള്ളാത്ത സാധന. താഴേക്ക് ഇറങ്ങാനുള്ള ബട്ടൺ ഇതിൽ വർക്ക് ചെയ്യുന്നേ ഇല്ല. ആ സെയിൽസ്മാൻ നമ്മളെ എല്ലാവരെയും നന്നായി പറ്റിച്ചിരിക്കുക. വേഗം വാ, ഇത് നമുക്ക് തിരിച്ചു കൊടുക്കാം. ഈ സാധനങ്ങളൊന്നും കൊള്ളില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ കാശ് തിരിച്ചതാ. വിൽപ്പന ചെയ്ത സാധനങ്ങൾ തിരിച്ചെടുക്കില്ല. ഇത് ഞങ്ങളുടെ പോളിസിയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന് പകരം ഞങ്ങൾക്ക് വേറെ സാധനം തരൂ. അങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾ കസ്റ്റമർ കെയർ സർവീസിലേക്ക് ഫോൺ ചെയ്യൂ. ഇത് ഞങ്ങളുടെ പോളിസിയാണ്. ഞങ്ങൾക്ക് ഇതൊന്നും തന്നെ വേണ്ട. ഞങ്ങളുടെ കാശ് ഉടൻ തന്നെ തിരിച്ചു തരൂ. അതൊരിക്കലും സാധിക്കില്ല സാർ. എടോ, ഈ വാക്യൂം ക്ലീനർ ഓൺ ആകുന്നുണ്ട്, പക്ഷേ ഓഫ് ആകുന്നേ ഇല്ല. ഇത് അങ്ങയുടെ വോയിസ് കമാൻഡിലാണ് പ്രവർത്തിക്കുന്നത്. സെയിം ഫ്രീക്വൻസിയിൽ സംസാരിച്ചില്ലെങ്കിൽ അതിന് മനസ്സിലാവില്ല. ഈ റോബോട്ട് പറയുന്നതിന് വിപരീതമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇതിന് തലയ്ക്കകത്ത് ബുദ്ധിയില്ല. ബുദ്ധിയുണ്ടെങ്കിൽ അത് റോബോട്ട് ആയിരിക്കില്ലല്ലോ. ഈ ഹെലികോപ്റ്റർ ഒന്നിനും കൊള്ളില്ല. താഴേക്ക് ഇറങ്ങാനുള്ള ബട്ടൺ ഇതിൽ പ്രവർത്തിക്കുന്നേ ഇല്ല. നിങ്ങളുടെ മുന്നിൽ വെച്ചല്ലേ പ്രവർത്തിപ്പിച്ച് കാണിച്ചത്. ചിലപ്പോ നിങ്ങളെ നശിപ്പിച്ചതായിരിക്കാം. അപ്പൊ ഞങ്ങൾക്ക് കാശ് തിരിച്ചു തരില്ല. ഞങ്ങളുടെ എല്ലാ പ്രോഡക്റ്റും A1 ക്വാളിറ്റിയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് കാശ് തിരിച്ചു തരാൻ കഴിയില്ല. ഇത് ഞങ്ങളുടെ പോളിസിയാണ്. ശരി, എന്നാ കാശ് വാങ്ങിച്ചിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പോവുള്ളൂ. എന്താ ഇത്? എന്തിനാ എങ്ങനെ ചെയ്യുന്നേ? ഞങ്ങൾ നിങ്ങൾക്ക് ഡെമോ കാണിക്കാൻ പോവാണ്. ഞങ്ങൾക്ക് എന്നാലും കാശ് വേണ്ട. നിങ്ങളുടെ പ്രോഡക്റ്റിനെ ഞങ്ങൾ ഡെമോ ചെയ്യാൻ പോവാണ്. നിങ്ങൾ എന്താ ചെയ്യുന്നേ? ഡെമോ സംശയമുണ്ടോ? ക്ലീനർ, അഴുക്ക് വേഗം വൃത്തിയാക്ക. റോബോ, സാറിനെ പഴങ്ങൾ കഴിപ്പിക്കേ. റോബോ, ഈ തണ്ണിമത്തൻ മുഴുവനായിട്ട് കഴിപ്പിക്കേ.
പ്ലീസ് എന്നെ ഒന്ന് വെറുതെ വിടൂ. ക്ലീനർ നിർത്ത. റോബോ വിട്ടേക്ക്. സോറി, തെറ്റുപറ്റി. എനിക്ക് മനസ്സിലായി. ഞാൻ നിങ്ങൾക്ക് ഡിഫക്റ്റീവ് പ്രോഡക്റ്റ് ആണ് തന്നത്. നാളെ തന്നെ ഞാൻ പൈസ തിരിച്ചു തന്നേക്കാം. ആ ഇതാദ്യമേ പറഞ്ഞിരുന്നുവെങ്കിലേ ഇത്രയും കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നു. ഇനിമേലിൽ ആരെങ്കിലും പറ്റിക്കണമെന്ന് വിചാരിക്കുമ്പോ ഞങ്ങളെ ഓർത്താ മതി.